us turn our attention to Matthew chapter 16. Mattai എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. Today I am going to take only one chapter. And I know days are approaching and we are going to finish the reading of Matthew. But I will be taking the complete 28 chapters. Okay. മത്തായി എഴുതിയ സുവിശേഷം ഈ നമ്മുടെ വായന സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ് തീരാൻ വേണ്ടി, എനിക്കറിയാം. അപ്പം ഇനിയും 12 അധ്യായങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോകുന്നില്ല, ഓരോരോ അധ്യായം ഓരോരോ ക്ലാസ്സിൽ എടുത്താണ് ഞാൻ മുമ്പോട്ടേക്ക് പോകാൻ പോകുന്നത്. एक एक चैप्टर आगे के क्लास में हम लोग लेंगे. तो बिफोर आई गो इनटू द डिटेल, मैं ये चैप्टर 16 का एक आउटलाइन आपको मैं देना चाहता हूँ. चैप्टर 16 verses 1 to 12, 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ Jesus is saying to his disciples, beware of the leaven of the Pharisees and Sadducees. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിക്കണമെന്ന് കർത്താവ് പറയുന്ന വാക്യങ്ങളാണ്. അതിന്റെ 6-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. उसका 6वां वचन जरा देखें, 6 verses 6. यीशु ने उनसे कहा, देखो फरीसियों और सदूकियों की कमीर से चौकस रहना. യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ 12 വാക്യം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് 12 verses. Okay. Then come to chapter 16 again, verses 13 till 20. 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ പീറ്റേഴ്സ് കൺഫെഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പത്രോസിന്റെ. पीटर्स कन्फेशन ऑफ क्राइस्ट, यीशु के बारे में पीटर का कन्फेशन को हम लोग देख सकते हैं. ओके. देन 21 से लेके 21 തൊട്ട് 23 तक, 21 തൊട്ട് 23 വരെ Jesus teaches his disciples about his death. യേശു തൻ്റെ ശിഷ്യന്മാരെ യെരുശലേമിൽ തനിക്ക് വരാൻ പോകുന്ന മരണം അത് എങ്ങനെയുള്ളതായിരിക്കും, തൻ്റെ ഉയർപ്പ്, അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് 21 തൊട്ട് 23 വരെയുള്ള വാക്യം. Jesus is talking about, Jesus is teaching his disciples about his death and resurrection. അതിനുശേഷം chapter 16, 24 से लेके 28 तक, 24 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ the cost of discipleship. The cost of discipleship. एक चेला बनता हुआ व्यक्ति ने, तो यीशु के पीछे चलने वाला व्यक्ति को कुछ कीमतों को चुकाना है, कुछ कीमतों को चुकाना है. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന് ആ വ്യക്തിക്ക് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ കോസ്റ്റ്ലി. Discipleship is costly. The cost of discipleship. അങ്ങനെയാണ് ഈ 16 അധ്യായങ്ങളെ നമുക്ക് വേർതിരിച്ച് പഠിക്കാൻ കഴിയുന്നത്. इस तरह हम लोग 16 अध्याय को जो है हम लोग सेपरेट करके, डिवाइड करके सीखना है. So each topic comes under each passages. So let us go and study the first one. ആദ്യത്തെ ഈ കാര്യം നമുക്ക് ഒന്ന് നോക്കാം. सबसे पहला हम लोग 1 से लेके 12 तक के वचन को हम लोग देखेंगे.
Now, who is these people? ഇവരാരാണ്? ഈ ഈ പരീഷ്യനും സദൂക്യരുമാരാണ്. कौन है फरीसी और ये सदूकी कौन है? ये टू കൈൻഡ്സ് ഓഫ് ലീഡർഷിപ്പ് थे ഡ്യൂറിങ് ദ ടൈം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുള്ള രണ്ട് ടൈപ്പ് ലീഡർഷിപ്പാണ്. ഓക്കെ, ആൻഡ് ബോത്ത് ഫാരിസി ആൻഡ് സഡുസീസ് ആർ അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അവർ തമ്മിൽ തമ്മിൽ ചേരത്തില്ല. they don't get together. उन लोग एक साथ नहीं मिलते, in the sense उन लोग एक साथ जमते नहीं. The reason is because they are teaching. Okay, teaching. So they are leaders. They don't get together. They are enemies, and that's because of their teaching. അവരുടെ ഉപദേശം ചേരത്തില്ല. एक मिसाल को देखते हैं. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ആരെങ്കിലും ഒന്ന് മലയാളത്തിലും വായിക്കണം, ഹിന്ദിയിലും വായിക്കണം. 23वां अध्याय, प्रेरितों के काम अमाल 23 का 8. कोई भी हिंदी में और मलयालम में जरा पढ़िए. 23 का 8, 23 verses 8. क्योंकि सदूकी तो ये कहते हैं कि न पुनरुत्थान है, न स्वर्गदूत और न आत्मा है, परंतु फरीसी इन सबको मानते हैं. Okay, so you understand the teaching? മലയാളത്തിൽ വായിച്ചോ. പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവും ഇല്ല എന്നും സദൂക്യർ പറയുന്നു. പരീശന്മാരോ രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു. അപ്പം രണ്ടുപേരുടെ പ്രമാണം വ്യത്യാസം. ഒരാള് ദൂതനില്ല, ആത്മാവില്ല, പുനരുത്ഥാനമില്ല, അങ്ങനൊക്കെ പറയുന്നതാണ് സദൂക്യർ. പരീശന്മാര് ഇതെല്ലാം വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, फरीसी लोग ये सारे विश्वास करते हैं, लेकिन सदूकी लोग आत्मा, एंजल, रिजरेक्शन ये सब विश्वास नहीं करते. They don't believe in all this. सदूकी लोग जो they are rich people. സദൂക്യർ അവര് ധനാട്യന്മാരാണ്, അരിസ്റ്റോക്രാറ്റ്, റിച്ച് പ്രീസ്ലി ഫാമിലീസ് में आते हैं. അവര് ധനാട്യന്മാരാണ്. അവര് പൗരോഹിത്യമായിരിക്കുന്ന ആലയത്തിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കൂട്ടരാണ് അവർ. ലേക്കിൻ ഫാരിസീസ് ദേ ഒബേ എക്സാക്ട്ലി വാട്ട് ദ തോറ സേസ്. തോറ പറയുന്ന, ദൈവത്തിൻ്റെ വചനം പറയുന്ന അതുപോലെ. പിന്നെ നമ്മൾ കണ്ടല്ലോ ട്രഡീഷൻസ്, പിതാക്കന്മാരുടെ ട്രഡീഷൻസിനെ അവർ വളരെ കൃത്യമായി നോക്കി നടക്കുന്നുണ്ട്. बुजुर्गों का जो ट्रेडिशन है वो लोग उस प्रकार चलने वाले लोग हैं, फरीसी लोग. लेकिन हैव यू नोटिस वन थिंग? ഒരു കാര്യം ശ്രദ്ധിച്ചോ. 16:1 നോക്കിക്കേ. മത്തായി 16:1. മത്തായി 16:1. The Pharisees also with the Sadducees came. ഇവർ തമ്മിൽ ചേരത്തില്ലെങ്കിലും ഇവരിപ്പോ ഒന്നായി വന്നിരിക്കുക. ആരെതിരെ? യേശുവിൻ്റെ എതിരെ. അവർക്കൊറ്റ ശത്രുവുണ്ട്. ഇവരുടെ ശത്രു ഒന്നായതുകൊണ്ട് ഇവർ തമ്മിൽ ചേരത്തില്ലെങ്കിലും ഇപ്പോൾ ഇവരൊന്നായിരിക്കും. ഇൻകാ ദുഷ്മൻ ഏക് ഹി ഹൈ, യേശു. तो मिलते नहीं है लोग आपस में, इनका जमता नहीं है, लेकिन इनका दुश्मन एक ही. इसके लिए क्या हो गया? ये लोग अभी दोनों एक हो गए. ओके, तो एक होकर यीशु के पास आकर जो है पूछ रहा है कि देखो पहला वचन, आकाश से कोई चिन्ह दिखाइए. ആകാശത്തിൽ നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പരീക്ഷിച്ചു തുടങ്ങി. सो जीसस उनको देता हुआ रिप्लाई है verses 2 से लेके verses 4 तक. 2 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ യേശു അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്. യേശു ने क्या जवाब दिया? जस्ट रीड इट. आप लोग अपने बाइबल में रीड करें. ഒന്ന് വായിച്ചാട്ടെ, നിങ്ങളൊന്ന് റീഡ് ചെയ്തേട്ടെ. What is the reply? I'll read it in English. When it is evening, you say it will be fair weather, for the sky is red. And in the morning, there will be a storm today, for the sky is red and threatening. Do you know how to discern the appearance of the sky, but cannot discern
the signs of the times. An evil and adulterous generation seek after a sign, and sign will not be given it except the sign of Jonah. ആ മൂന്നാമത്തെ വാക്യം ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം. तीसरा वचन को जरा देखिए. और भोर को कहते हैं कि आज आंधी आएगी, क्योंकि आकाश लाल और दुमला है, और आकाश का लक्षण देखकर भेद बता सकते हो, पर समय के चिन्ह का भेद नहीं बता सकते. एक वर्ड आपको वहां पर नोटिस करना है, भेद. भेद उर्दू में कैसा है मुझे नहीं पता. उर्दू में क्या है वो वर्ड को दिया गया है? തമീദ്. ഓക്കെ. तो भेद, ഡിസേൺമെന്റ്. മലയാളത്തില് വിവേചിപ്പാൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വിവേചിപ്പാൻ. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലല്ലോ. വിവേചിപ്പാൻ കഴിയാത്ത ലീഡേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയർക്ക്? आप लोग को समझ में आ रहा है? ഭേദം को नहीं समझने वाले leaders. എന്താ വിവേചനം എന്നതിന്റെ അർത്ഥം എന്താ? What is the meaning of discernment? भेद को समझने इसका मतलब क्या है? What does that mean? देखिए, जीसस ने ऑलरेडी बोला these people are blind. യേശു ഓൾറെഡി ഇവരെ കുറിച്ച് പറഞ്ഞത് ഇവര് അന്ധന്മാരാണ്. വേഴ്സസ് 14, 15 14 വാക്യത്തിൽ യേശു ഇവരെ കുറിച്ച് പറയുന്നത്, അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. यीशु ने कहा कि उन्हें छोड़ दो, उन्हें जाने दो, वो अंधे मार्ग दिखाने वाले हैं. नाउ अगेन यीशु मसीह कहता है वो लोग अंधा खाली नहीं है, लेकिन भेदों को नहीं समझ में आ रहा है. दे कैन लुक एट द स्काई, आकाश को देखकर बोल सकते हैं आज बारिश आने वाला है, आज तो स्टॉर्म आने वाला है, आंधी आने वाला है. लेकिन जीसस सामने खड़ा है, मेशिया सामने खड़ा है. मेशिया सामने खड़ा है, मेशिया का प्रेजेंस को समझ में नहीं आ रहा है. डू यू अंडरस्टैंड दिस? ഇവരെ കുറിച്ച് പറഞ്ഞത് ഇവർ അന്ധന്മാരാണ്. 15-ാം അധ്യായത്തിൽ പറയും ഇവർ അന്ധന്മാരാണ്, കുരുടന്മാരാണ്. 16-ാം അധ്യായത്തിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഇവർ കുരുടന്മാർ മാത്രമല്ല, ഇവർക്ക് വിവേചനപരമില്ലാത്തവരാണ്. അതായത് ഇവര് രാവിലെ ആകാശം നോക്കിയിട്ട് പറയും ഇന്ന് മഴ പെയ്യും കേട്ടോ, ഉച്ചയാകുമ്പം ആകാശം നോക്കിയിട്ട് പറയും ഇന്ന് ഭയങ്കര കൊടുങ്കാറ്റായിരിക്കും. അപ്പം ഈ കാലാവസ്ഥകളെയൊക്കെ വിവേചിക്കാനൊക്കെ നല്ലതുപോലെ അറിയാം. പക്ഷേ മെശിഹ മുമ്പിൽ വന്ന് നിന്നിട്ട് മെശിഹയുടെ സാന്നിധ്യം തിരിച്ചറിയാത്ത, വിവേചിക്കാൻ കഴിയാതിരിക്കുന്ന പരീശന്മാരെയാണ്, സദൂക്യരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് തന്നെയല്ലേ ഇന്നത്തെയും പ്രശ്നം? यही आज का भी प्रॉब्लम यही है ना. सब कुछ हम लोग डिसर्न कर सकते हैं, क्या क्या नहीं डिसर्न कर सकते हैं. उधर प्रॉब्लम है तो हम लोग बोलेगा अरे ये है, उधर ये प्रॉब्लम है तो हम लोग बोलेंगे कि ये है. शेयर मार्केट गिर गया तो हम लोग बोलेंगे अभी तो प्रॉब्लम आने वाला. शेयर मार्केट വീണാൽ നമ്മൾ പറയും അയ്യോ ഇനിയിപ്പോൾ ഭയങ്കര പ്രോബ്ലം വരാൻ പോവുകയാണ് അല്ലേ. അവിടെ ഒരു യുദ്ധം നടന്നാൽ നമ്മൾ പറയും ഉദർ. ബട്ട് സ്പിരിച്വൽ തിങ്സ് ഡിസേൺ करने के लिए नहीं हो रहा है. ആത്മീക കാര്യം വിവേചിക്കാൻ കഴിയുന്നില്ല. അതൊരു അന്ധതയാ പ്രിയരെ, അതൊരു അന്ധതയാ. ദാറ്റ് ഈസ് എ ബ്ലൈൻഡ്നെസ്. കൊച്ചിനെ രോഗം കണ്ടിട്ട് നമ്മൾ പറയും അയ്യോ ബുക്കാറേ ബുക്കാറേ, ഷായദ് മുझे लगता है വൈറൽ ഫീവർ. കൊച്ചിൻ്റെ പനി കണ്ടിട്ട് ടെമ്പറേച്ചർ പിടിച്ചിട്ട് പറയും ഇത് തോന്നുന്നത് ഇത് വൈറൽ ഫീവറാ. പക്ഷേ ആ കൊച്ചിൻ്റെ ആത്മീക ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓ ബच्चे का आत्मिक टेम्परेचर समझ में नहीं आ रहा है. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ടുഡേ. അത് അന്ധതയുടെ ഒരു ലക്ഷണമാണ്. ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ബ്ലൈൻഡ്നെസ്. ഇനി വിവേചനം എന്നതിന്റെ അർത്ഥം എന്തുവാ? ക്യാ ഹെ ഭേദ് കോ സമझने का मतलब क्या? व्हाट इज द मीनिंग ऑफ डिसर्नमेंट? चार्ल्स स्पर्जन करके प्रभु के दास ने ऐसा बोला. प्लीज राइट डाउन इन योर बुक. ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതണം, ഞാൻ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യാം. പ്ലീസ് റൈറ്റ് ഡൗൺ. चार्ल्स स्पर्जन कहता है discernment is not knowing right or wrong. Discernment is knowing what is right
ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ്. വിവേചനം എന്നുള്ളത് ശരിയും തെറ്റും തിരിച്ചറിയുന്നതല്ല. ശരിയും തെറ്റും ഒക്കെ ഇപ്പൊ ആർക്കും തിരിച്ചറിയാം അല്ലേ? ശരിയും തെറ്റും ആർക്കും തിരിച്ചറിയാം. വിവേചനം എന്നുള്ളത് ശരിയും ഏകദേശം ശരിയും തിരിച്ചറിയുന്നതാണ് വിവേചനം എന്നതിന്റെ അർത്ഥം. भेद का मतलब क्या है? सही और गलत को पहचानना नहीं है भेद का मतलब. भेद का मतलब यह है सही और तकरीबन सही को पहचानना है भेद. Are you understanding it? अपने हाथ में झूठा नोट आएगा तो समझ में आएगा. നമ്മുടെ കയ്യിൽ ഒരു ഫേക്ക് നോട്ട് വന്ന് നമുക്ക് മനസ്സിലാവോ? उतना जल्दी नहीं समझ में आएगा. कितना हमारे हाथ से गया करके अपन को मालूम है? എത്ര നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് അറിയോ? हमको नहीं मालूम. लेकिन बैंक वाला जैसे ही चूता है उसको समझ में आता है. ബാങ്കുകാരനത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. ഫേക്ക് നോട്ട് looks exactly like the original note. लेकिन it is not the original note. It is almost like original note. തെറ്റായിരിക്കുന്ന ഫേക്ക് ആയിരിക്കുന്ന നോട്ട് ഏകദേശം ഒത്തുവരും ഒറിജിനലുമായിട്ട്. പക്ഷെ ഒറിജിനൽ അല്ല. ഏകദേശം ഒത്തുവരുന്നതല്ല നമുക്ക് വേണ്ടത്, ഒറിജിനൽ തന്നെയാണോ വേണ്ടത്? ഇതിനാണ് വിവേചനപരം വേണ്ടത്. इसके लिए हम लोग भेद चाहिए. समझ में आ रहे हैं आप लोगों को? अब मैं मलयालम में बोलता हूँ बातें, मलयाली लोगों को ही समझ में आएगा. मैं हिंदी में देखता हूँ एग्जाम्पल देने के लिए. ഇപ്പൊ കൊട്ടാരക്കരയിലുള്ള ടിനി ജോർജിന്റെ മെസ്സേജ് കേൾക്കും ചിലര്. ടിനി ജോർജിന്റെ മെസ്സേജ് കേട്ടിട്ട് എന്നോട് ചിലർ ചോദിക്കുന്നത്, എന്തുവാ പാസ്റ്റർ അതിലെന്തുവാ പ്രശ്നം? യേശുവിനെ കുറിച്ചില്ലേ പറയുന്നത്? ശരിയാ. അത്ഭുതത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആണോ? പിന്നെ സുരേഷ് ബാബുവിന്റെ മെസ്സേജ് കേൾക്കും, അതിലെന്താ പ്രശ്നം? ഭയങ്കര വിടുതലിന്റെ ശുശ്രൂഷയല്ലേ. ഇത് പ്രശ്നം വിവേചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ ഈ 1-2 പേര് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഒത്തുവരും ഇവരുടെ മെസ്സേജ്. ഏകദേശം ഒത്തുവരും. യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. അത്ഭുതത്തെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. വിടുതലിനെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. പക്ഷെ എവിടാണ് പ്രോബ്ലം എന്ന് അങ്ങോട്ട് അറിയാൻ കഴിയുന്നില്ല. അതൊരു ആത്മീക രോഗമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അത് മനസ്സിലാക്കാൻ मैं हिंदी में बोलूंगा, आप लोग टेंशन नहीं लेना कोई. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ഞാൻ ആ വ്യക്തിയെ കാണാൻ പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബ്ലസൻ, ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലിയ സഭ ഉള്ള ബാംഗ്ലൂരാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അതാരാ? ഏത് സഭയാണ് ഏറ്റവും വലിയ? ഇപ്പം എന്നോട് പറഞ്ഞു, MA വർഗീസ് പാസ്റ്ററിൻ്റെ മോൻ ജോൺസൺ വർഗീസിൻ്റെ ചർച്ചാണ് ഏറ്റവും വലിയ ചർച്ച്. അപ്പം ഞാനിങ്ങനെ ചിരിച്ച് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അല്ല, ഇതിൽ നിന്ന് നമ്മൾ ഒത്തിരി കാര്യം പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സമയേ അതെ, ഈ വലിയ സഭയായതുകൊണ്ട് ദൈവം അവിടെ ഉണ്ടോന്ന് നിർബന്ധമുണ്ടോ? എന്നോട് പറഞ്ഞില്ല. ഒത്തിരി ആൾക്കാർ കൂടി വരുന്നത് കൊണ്ട് ദൈവപ്രസാദം ഉണ്ടോണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇടിച്ചു കയറുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ ആൾക്കാർക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളുണ്ട്. ആ താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രസംഗത്തിൻ്റെ, നമ്മുടെ ചർച്ചിന്റെ മെനുവിൽ വെച്ചാൽ ആൾക്കാർ വരും. അതായത് നോർത്ത് ഇന്ത്യ കൊണ്ട് കപ്പയും മീൻകറി വെച്ച ആൾക്കാർ വരൂ? നോർത്ത് ഇന്ത്യ കൊണ്ട് കപ്പയും മീൻകറിയുടെ കട വെച്ചതിന് ആൾക്കാർ വരൂ? ഇല്ല, വരത്തില്ല. അവിടെ നടക്കുന്ന മാർക്കറ്റ് എന്താ? അത് മെനുവിൽ വെച്ചാൽ ഇടിച്ചു കയറും. എന്ന് പറഞ്ഞാല് ഇതിനെ ഒന്ന് ലഘൂകരിച്ച് പ്രസംഗിച്ചാൽ
ആൾക്കാർ ഇടിച്ച് വരും, കയറും. മനസ്സിലാകുന്നുണ്ടോ? അടുത്തൊരു പ്രശ്നം, ജോൺസൺ വർഗീസ് എന്ന് പറയുന്ന ദേവദാസിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് തന്നോട് ഒരു പ്രശ്നമില്ല. പക്ഷേ മിനിസ്ട്രി എങ്ങനെയാണ് ഈ വ്യക്തി കാണുന്നത്? ഒരിക്കലും പരാജയം ഇല്ല, എല്ലായ്പ്പോഴും ജയമാണ്, എല്ലായ്പ്പോഴും ജയോത്സവമാണ്, എല്ലായ്പ്പോഴും വിജയമാണ്. ഇങ്ങനാണ് മിനിസ്ട്രിയെ ഈ വ്യക്തി കാണുന്നത്. അങ്ങനാണെങ്കിൽ പൗലോസ് തൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ട വ്യക്തിയല്ലേ? പൗലോസിന്റെ മിനിസ്ട്രിയുടെ അവസാനം എന്തുണ്ടായിരുന്നു? പുതപ്പും വടിയും ചർമ്മലേഖനം. അപ്പം മിനിസ്ട്രിയിൽ തോൽവിയില്ല. കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വിജയം വിജയം എന്ന് പറയുമ്പോൾ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതത്തിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പം എൻ്റെ സ്നേഹിതനെ കാര്യം പിടികിട്ടി, മനസ്സിലായി. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, അയ്യോ എനിക്കത് വിവേചിക്കാൻ കഴിഞ്ഞില്ല. അവിടാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. അപ്പം ഏകദേശം ശരിയുള്ളതല്ല നമുക്ക് വേണ്ടത്. ഏകദേശം ശരി പോലെ ഇരിക്കും. അമ്മ हिंदी में आता हूं. डिसर्नमेंट भेद का मतलब सही और गलत का पहचानना नहीं है, गलत और सही नहीं, बल्कि सही और तकरीबन सही. आपको कौन सा चाहिए? तकरीबन सही वाला नोट हाथ में चाहिए कि ओरिजिनल चाहिए? ओरिजिनल चाहिए ना? या आप बोलेंगे तकरीबन सही वाला है तो भी चलेगा? तकरीबन सही वाला हाथ में तो डेंजर है. तकरीबन सही वाला नोट अगर हाथ में है तो अंदर जाएगा. हमें ओरिजिनल चाहिए. तो डिसर्नमेंट का मतलब तकरीबन सही वाला नहीं, सही वाला അല്ലേ? ഏകദേശം ശരിയുള്ള നോട്ട് കയ്യിൽ ഇരുന്നാലേ നമ്മൾ പറയും ഒറിജിനൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏകദേശം ശരിയുള്ള നോട്ട് മതി എന്ന് പറഞ്ഞാൽ അകത്തിരിക്കും, ജയിലിനകത്ത് പോവും ഇല്ലേ? ഏകദേശം ശരിയായുള്ള നോട്ടല്ല നമുക്ക് വേണ്ടത്, ശരിയായ നോട്ട് മനസ്സിലാക്കാനുള്ള വിവേചനം. സഹി बात को समझने के लिए परमेश्वर मुझे आप लोग को क्या देना चाहिए? भेद, डिसर्नमेंट, विवेचനം. पॉल का प्रेयर जरा देखिए, പൗലോസിന്റെ പ്രാർത്ഥന ഒന്ന്. കൊലോഷ്യൻസ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 1 ഒന്നാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യം. ചാപ്റ്റർ 1 വേഴ്സസ് 9, 10 and 11. इसलिए जिस दिन से यह सुना है, हम भी तुम्हारे लिए यह प्रार्थना और विनती करना नहीं छोड़ते कि तुम सारे आत्मिक ज्ञान और समझ सहित परमेश्वर की इच्छा की पहचान में परिपूर्ण हो जाओ, ताकि तुम्हारा चाल चलन प्रभु के योग्य हो और वह सब प्रकार से प्रसन्न हो और तुम में हर प्रकार के भले कामों का फल लगे और तुम परमेश्वर की पहचान में बढ़ते जाओ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1, ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 8 മുതലുള്ള അല്ലെങ്കിൽ 9 മുതലുള്ള വാക്യം. മലയാളത്തില് ആ വാക്യക്രമം അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ബോധ്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 9 से है मलयाളത്തിൽ 8 തൊട്ടുള്ള വാക്യം. हिंदी में पढ़िए 9 से लेके पढ़िए. हिंदी में 9 से लेके पढ़िए. मैं ये प्रार्थना करता हूँ कि तुम्हारा प्रेम, ज्ञान और सब प्रकार के विवेक सहित और भी बढ़ता जाए, यहाँ तक कि तुम उत्तम से उत्तम बातों को प्रिय जानो और मसीह के दिन तक सच्चे बने रहो और ठोकर ना खाओ, और उस धार्मिकता के फल से जो यीशु मसीह के द्वारा होते हैं भरपूर होते जाओ, जिससे परमेश्वर की महिमा और स्तुति होती रहे. മലയാളത്തിൽ നോക്കിക്കേ. ക്രിസ്തുയേശുവിന്റെ ആദരതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും അടുത്തെന്താ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, ആ വിവേകം എന്നുള്ളതിനെയാണ് വിവേചനം എന്ന് പറയുന്നത്. നിങ്ങൾ ഭേദാഭേദങ്ങളെ
വിവേചിപ്പാരാകണമെന്നും എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. അപ്പം വിവേചനമില്ലെങ്കിൽ ക്രിസ്തുവിന്റെ വരവ് വരെ നമുക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ വിവേചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? हिंदी में देखिए क्या लिखा है, मैं प्रार्थना करता कि तुम्हारा प्रेम, ज्ञान और सब प्रकार के विवेक सहित और भी बढ़ता जाए, यहाँ तक कि तुम उत्तम से उत्तम बातों को प्रिय जानो, so you can discern what is good, what is best for you. ശരിയായ ഇത് എനിക്ക് ആവശ്യമാണോ എന്ന്, ഇത് ഇങ്ങനെ ഈ ജോലി, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം, ഒരു ജോലി ഇത് ദൈവഹിതമാണ്, അങ്ങനെ വിവേചിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തെ കീഴ്പോട്ട് കളയുന്നതാണ്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേചനവരം വരണം. എന്തിനാ? ക്രിസ്തുവിൻ്റെ നാളോളം നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി ജീവിക്കണം. मसीह के आने तक बिना गिरे हुए, मसीह के आने तक बिना ठोकर खाए हुए सच्चे बने रहने के लिए पॉल कहता है, I pray that God will give you discernment to choose not what is right and wrong, to choose what is right and almost right. Praise God. അപ്പം ഈ പരീക്ഷന്മാർക്ക് എന്താണ് ഇല്ലാതിരുന്നത്? ये फरीसियों को क्या नहीं था? ये फरीसियों को they did not had discernment. They can discern the climate but not the coming of the Messiah. യേശുവിനെ അവർക്ക് വിവേചിക്കാൻ കഴിഞ്ഞില്ല. जीसस का टीचिंग को भेद नहीं पाया, ജീസസ് का വർക്ക്സ് को समझ नहीं पाया, യേശുവിൻ്റെ ഉപദേശത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, യേശുവിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ജീസസിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. They cannot discern. So അപ്പം യേശു അവരോട് പറയുന്നത് വേഴ്സസ് 4, 4ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 16 വേഴ്സസ് 4. यीशु मसीह कहता है कि एक ही चिन्ह दिया जाएगा, वो है योना का चिन्ह. That is speaking about his death and resurrection. 4ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവരോട് പറയുന്നത് ഒറ്റ അടയാളമേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്? അതിൻ്റെ 4ാമത്തെ വാക്യം, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനയുടെ അടയാളമല്ലാതെ. എന്താ യോനയുടെ അടയാളം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണവും ഉയർപ്പിനെയും കാണിക്കുന്നത്. ഈ അടയാളമല്ലാതെ വേറൊന്നും കാണിക്കുകയില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. ഈ ബോൾനെ ബാദ് 4ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കിക്കേ. चौथा वचन का लास्ट वर्स जरा देखे, वहां पर लिखा है कि और वह उन्हें छोड़कर चला गया. പിന്നെ അവൻ അവരെ വിട്ടുപോയി. You know what does that mean? जब भी परमेश्वर का वचन को हम लोग बार बार सुनने के बावजूद भी हम लोग रिबेलियस होएंगे, sometimes Jesus will live. കർത്താവ് നമ്മളെ വിട്ടുപോകുന്ന അനുഭവം സാധ്യതയുണ്ട്. കേട്ട വചനം നാം കേട്ട് മർദ്ദിലിച്ച് കളയുമ്പോൾ. ഫറവോന് സംഭവിച്ചതല്ലേ? ഫറവോക്ക് പോയി വത്തന 10 miracles, 10 ബാധകളിൽ നിന്ന് 10 അത്ഭുതം, 10 miracles കുക്കിയ. What happened at the end? യാഹ്വേ left him. യഹോവയായ ദൈവം തന്നെ വിട്ടുപോയി. ജൂഡസ് കുജറതേക്ക് യൂദയെ നോക്കിക്കേ, ഏറ്റവും അവസാന സമയം വരെ, till the end he had an opportunity to come to Jesus. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഏറ്റവും അവസാന സമയം വരെ അവന് സമയമുണ്ടായിരുന്നു. ബട്ട് he did not want to come to Jesus. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവന് താല്പര്യമില്ലായിരുന്നു. യേശുക്ക് പാസ് ആने के लिए उनको मन नहीं था. What happened? He left Jesus. But here പരീക്ഷന്മാരെ യേശു വിട്ടുപോയി എന്നവിടെ എഴുതിയെങ്കിലും കാൽവറി ക്രൂശിൽ ഇവർക്കും കൂടെ വേണ്ടിയാണ് കർത്താവ് മരിക്കുന്നത്. ആ കാൽവറി ക്രൂശിലെ അടയാളം കണ്ട് മാനസാന്തരപ്പെട്ട് വന്നാൽ ഈ കർത്താവ് അവർ ഹൃദയത്തിൽ വസിക്കും. यीशु मसीह इनको छोड़कर तो गया करके लिखा है, लेकिन आगे कालवरी की सूली पर यही लोगों के लिए यीशु मसीह मरने के लिए कालवरी सूली पर जा रहा है. समझ में आ रहा है आप लोगों को?
ये फरीसी लोग और ये सदूकी लोग यीशु मसीह के पास मन फिराकर उस पुनरुत्थान को, उस मृत्यु को अगर दिख कर आएंगे तो उनके अंदर भी प्रभु यीशु मसीह वास करेगा. सो डियर ब्रदर्स एंड सिस्टर्स, ജീസസ് ഇസ് കോളിംഗ് us. ഡോണ്ട് റിബൽ. ഡോണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് യുവർ ഹിയേഴ്സ്. ചെവി അടയ്ക്കാതെ, കേട്ടിട്ടും അതിനെ സീരിയസ് ആക്കാതെ ഇരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ കർത്താവ് നമ്മളെ നടത്തുവാൻ വിശ്വസ്തനത്രേ. एंड देन 6 वाक्യം वर्सेस 5 से लेके जब हम लोग पढ़ेंगे तो वहां पर हम लोग देख सकते हैं യേശു അവരോട് പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറയുകയാണ്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. യേശു उनसे कहा कि फरीसी और सदूकियों के खमीर से चौकस रहना. ओके, लेकिन चेले लोग क्या डिस्कस कर रहे हैं? ശിഷ്യന്മാർ എന്തോ ഡിസ്കസ് ചെയ്യുന്നത് നോക്കിക്കേ. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 7वां वचन जरा पढ़िए. 7वां वचन, वे आपस में विचार करने लगे कि हम तो रोटी नहीं लाए. ഇവരെന്തുവാണ് ഇവർ പറയുന്നത്? അപ്പം പോരാകയിൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. യേശു പറയുന്നത് എന്തുവാണ്? യേശു മസീഹ് ക്യാ ബോൾ റഹാ ഹൈ? വാട്ട് ഇസ് ദിസ് ഈസ്റ്റ്? എന്താണ് ഈ പുളിച്ച മാവ്? 12-ാം വാക്യത്തിലുണ്ട്. ഉസ്കാ 12 वचन में लिखा है. എന്താണ് ഈ പുളിച്ച മാവ്? 12 वचन में लिखा है कि तब उनको समझ में आया कि उसने रोटी के खमीर से नहीं पर फरीसी और सदूकियों की शिक्षा से चौकस रहने को कहा था. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ എന്ന് പറഞ്ഞത് അവർ ഗ്രഹിച്ചു. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതർ ധ്യാൻ ദേന. यीशु ने बोला कि खमीर से बचना, फरीसी और सदूकियों के खमीर से बचना. ये लोगों को क्या समझ में आया? यीशु कौन से किसके बारे में बोल रहा है? रोटी के बारे में. യേശു പറയുകയാണ് പുളിച്ച മാവിനെ സൂക്ഷിക്കണം പരീശന്റെ. ഇവരെന്തോ ചിന്തിക്കുന്നത്? യേശു അപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. അയ്യോ, ഞങ്ങൾ വിചാരിച്ച പോലെ അപ്പത്തെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ പരീശന്റെ സദൂക്യരുടെ ഉപദേശം എന്ന പുളിച്ച മാവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കണം മത്തായി ഈ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്? മാത്യുവിനെ ഈ ബാത്ത് യഹാ പർ ക്യൂ ലിഖാ ഹൈ? യു നോ വൈ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ശിഷ്യന്മാർക്ക് യേശു ആരാന്നറിയാം, എന്നാൽ മുഴുവനും ഇതുവരെ മനസ്സിലായിട്ടില്ല. ये चेलों को पता है यीशु मसीह कौन है करके, लेकिन पूरी तरह अभी तक समझ में नहीं आया. वो है 13 से लेके 23 का वचन में मैथ्यू हमको समझाता है. 13 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഐ യു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? അവർക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി വന്നു. അതാണ് ആ പുളിച്ച മാവിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല അവർക്ക്. അവർ വേറെന്തൊക്കെയാ ചിന്തിക്കുന്നത്. പിന്നത്തേതിലാണ് അവർക്ക് മനസ്സിലായത്. ഈ കാര്യം മത്തായി ഇവിടെ പറയാനുള്ള കാരണം 13 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ ഇതുപോലെ യേശുവിനെ അവർക്ക് ആദ്യമേ അല്പമായി ഗ്രഹിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത് മത്തായി കൊണ്ടുവരുന്നത്. मैथ्यू इसके लिए लेके आया ताकि हमको ये बताने के लिए कि ये चेले लोग यीशु मसीह मसीहा कर जानता है, लेकिन कैसा मसीहा करके नहीं जानता है. മെഷിയാണെന്നറിയാം, പക്ഷെ എങ്ങനെയുള്ള മെഷിയാണെന്ന് ഇവർക്ക് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ സ്റ്റഡി ഫ്രം 13 till 20. 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശു मसीह फिलिप्पी की कैसरिया में आकर, फिलिप्पी की कैसरिया में there are many temples, there are many idols. It is a gentile place. जातिകളുള്ള സ്ഥലമാണ്. जाति लोग रहने वाला जगह. वहां पर बहुत सारे मूर्तियां, वहां पर बहुत सारे मंदिर हैं. इस जगह पर आकर यीशु मसीह अपने चेलों से एक बात पूछता है. തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ഈ സ്ഥലത്ത് വന്നൊരു കാര്യം ചോദിക്കുക. 13-ാമത്തെ വാക്യം കർത്താവ് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു.
यीशु ने अपने चेलों से पूछा कि लोग मनुष्य के पुत्र को क्या कहते हैं. ഇത് യേശു എന്നെ കുറിച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു മോഹം കൊണ്ട് ചോദിച്ചതാണോ? അല്ല. യേശു ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു കാരണമില്ലാതില്ല. यीशु अगर एक सवाल पूछा तो उसके पीछे कुछ कारण होगा. यीशु ने ऐसे ही पूछा है कि लोग मेरे बारे में क्या सोचते होंगे, मेरे बारे में क्या बोलते होंगे, वो उससे पूछा है क्या? नो. यीशु ने ये क्यों पूछा कर आगे हम लोग देख सकते हैं. तो चेले लोग ने कहा 14 verses 14 വാക്യം, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവ് പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. उन्होंने कहा कि कितने तो यूहन्ना बपतिस्मा देने वाला और कितने एलिया और कितने यिर्मयाह या भविष्यवक्ताओं में से कोई है कह करके वो लोगों ने जवाब दिया. So first of all we should understand everyone do not have the revelation of Christ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും യേശുവിൻ്റെ വെളിപ്പാട് വേണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും യേശുവിനെ രക്ഷിതാവെന്നും മെഷിയാണെന്നും മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊരു വെളിപ്പാടാണ്. यीशु कौन है करके समझना एक रेवलेशन है. सारे लोगों को समझना जरूरी नहीं है. See the difference of opinion. ഇവിടെ ആൾക്കാരുടെ ഒപ്പീനിയൻ കണ്ടില്ലേ? യെരമ്യാവെന്നും ഏലിയാവെന്നും പ്രവാചകനെന്നും എന്നൊക്കെ പറയുന്നു. അബി യേശു മസി വേഴ്സസ് 15 വാക്യം, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചു. उसने उनसे कहा परंतु तुम मुझसे क्या कहते हो? तो फर्स्ट आंसर कौन दे रहा है? शिमोन पत्रस. शिमोन पत्रस सब में फर्स्ट है. पानी में उतरने के लिए फर्स्ट है, आंसर देने के लिए फर्स्ट है. इम्पल्सिव नेचर ആണ്, बहुत ഇമ്പൾസീവ് നേച്ചർ. വെള്ളത്തിൽ ഇറങ്ങുന്നതിനും ഫസ്റ്റ്, പിന്നെ ആൻസർ കൊടുക്കാൻ എല്ലാത്തിനും ഫസ്റ്റാണ്. പിന്നെ വഴക്ക് കിട്ടുന്നതും പുള്ളിക്കാ. परमेश्वर से गुस्सा भी यही सबसे पहला करता है. बहुत इम्पल्सिव नेचर. यीशु मसीह ने एक बार चेलों को मिलकर बोला तुम लोग सब मुझे छोड़ के जाएंगे, तो ये बोलता है नहीं मैं नहीं छोड़ेगा. യേശു കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ വിട്ട് എന്നെ പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞു എല്ലാവരും പോലെ ഞാൻ പോകത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു നീ പോകത്തില്ലയോ? എന്നാ 3 വട്ടം നീ എന്നെ തള്ളി പറയുന്നു. तो यीशु मसीह ने बोला कि तू 3 दफा मुझे क्या करेगा? तो एक इम्पल्सिव नेचर है, एंड बट ही लव्स द लॉर्ड. परमेश्वर को बहुत प्यार करता है. കർത്താവുമായിട്ട് പങ്കാളിയായി തീരണം. കർത്താവിന് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇമ്പൾസീവാണ്. എല്ലാ കാര്യവും ഒന്ന് ചാടി കയറി പറയും. അപ്പോൾ അങ്ങനെ പുള്ളി ചാടിക്കയറി പറഞ്ഞതല്ല ഇത് നല്ലതുപോലെ ബോധ്യത്തോടാണ് പറഞ്ഞത്. ये पत्रोस ने ऐसे ही नहीं बोला, लेकिन पत्रोस जानबूझकर समझकर ये बात को बोला है. 16 वचन में शिमोन पत्रोस ने उत्तर दिया कि तू जीवते परमेश्वर का पुत्र मसीह है. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ജീവനുള്ള ദൈവത്തിൻ്റെ, ലിവിങ് ഗോഡ്. 2, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു. പുത്രൻ ക്രിസ്തു. ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ പഠിപ്പിക്കലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ സമനാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എൻ്റെ മോൻ ജോനത്തൻ എന്നുള്ളത് പോലെ അല്ല അതിൻ്റെ അർത്ഥം. यहाँ पर जीवते परमेश्वर का पुत्र का ये मतलब नहीं है कि जीवते परमेश्वर ने जन्म दिया हुआ बेटा, नहीं. जीवते परमेश्वर का पुत्र का मतलब ये है कि ये पुत्र ये जीवते परमेश्वर के समान है. दे आर को ഈക്വൽ. അവർ സമനാണ്. അടുത്തത് എന്താണ്? ഈ ജീവനുള്ള ദൈവം രക്ഷിക്കുവാൻ, മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി അഭിഷേകം ചെയ്ത अभिषिक्तनाണ്, मसीहा है करके कहता है. क्या लिखा है अगला देखे? ये जीवते परमेश्वर ने उद्धार देने के लिए मसा किया हुआ मसीहा है, ये यीशु मसीह करके कह रहा है. व्हाट ए ग्रेट कन्फेशन. എന്ത് വലിയ കൺഫെഷനാ ഇല്ലേ? അപ്പം തരുന്നവനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. उन्होंने ऐसा नहीं बोला कि रोटी देने वाला.
उन्होंने ये नहीं बोला कि चंगाई करने वाला, उन्होंने ये नहीं बोला कि पानी के ऊपर से मुझे बचाने वाला, വെള്ളത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനെന്നോ അത്ഭുതം എന്നോ അല്ലെങ്കിൽ വഴി ഒരുക്കുന്നവനോ ഒന്നുമല്ല. ഇതെങ്ങനൊന്നുമല്ല പറഞ്ഞത്. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, വേ മേക്കർ, മിറാക്കിൾ വർക്കർ, പ്രോമിസ് കീപ്പർ. വഴി ഒരുക്കുന്നവനും അത്ഭുതം ചെയ്യുന്നവനും അതൊന്നുമല്ല. ഹി ഈസ് സ്പീക്കിംഗ് ദ ട്രൂ ഐഡന്റിറ്റി ഓഫ് ലോർഡ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി പറയുകയാണ്. ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, സമനായിരിക്കുന്നവനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത അഭിഷിക്തനാണ് നീ എന്ന് പറയുകയാണ്. ഇതല്ലേ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനം. मैंने और आप लोगों ने उद्धार पाया हुआ फाउंडेशन क्या है? जीवते परमेश्वर का पुत्र, मतलब जीवते परमेश्वर का समान यीशु मसीह, जिसको जीवते परमेश्वर ने इस धरती पर हमारे पाप के उद्धार के लिए अभिषिक्त किया, मसा किया हुआ मेशिया है यीशु मसीह. दैट इज द फाउंडेशन ऑफ क्रिश्चियन फेथ. ഇത് കേട്ടിട്ട് ये सुनकर यीशु मसीह ने क्या बोला मालूम है? Verse 17, യേശു അവനോട്, ബർ യോന ശിമോനെ, നീ ഭാഗ്യവാൻ. Blessed are you Simon Bar-Jonah. यीशु ने उसे उत्तर दिया है, शिमोन यूना का पुत्र, तू धन्य है. What is the blessing? ഈ പരീശന്മാരും സദുക്യർക്കും വെളിപ്പെടാതെയും വിവേചിക്കാൻ കഴിയാതിരിക്കുന്ന കാര്യം അത് നിനക്ക് മനസ്സിലായല്ലോ, അതാണ് അനുഗ്രഹം. ये फरीसी और सदुकियों को जो छुपा हुआ है, जो समझ में नहीं आ रहा है उनको, वो तुझे समझ में आया है ना, इसके लिए तू मुबारक है. That's why you are blessed. ഷിമോനെ, നീ ഭാഗ്യവാൻ. അല്ല, ഭാഗ്യക്കുറി അടിച്ചതല്ല കേട്ടോ, ഭാഗ്യം. हमको लॉटरी मिला इसके लिए नहीं blessed है. You know what is the true blessing? That I have come to the knowledge of this living God. ഈ ജീവനുള്ള ദൈവവുമായിട്ട് ആ ബന്ധത്തിലേക്ക് ഞാൻ വന്നു, ആ കർത്താവിനെ ഞാൻ അറിഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദുനിയാ का सबसे बड़ा blessing वो है कि I have come to the knowledge of this living God and his Messiah. Praise God. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം. हमारे बच्चे को ये बताना है. കുഞ്ഞുങ്ങളോട് പറയണേ, മക്കളെ, മാർക്ക് കിട്ടി 100-100 അടിച്ച് നീ വലിയവനും വലിയവളും ആകുന്നതല്ല കേട്ടോ ഭാഗ്യം. ജീവനുള്ള ദൈവത്തെയും തൻ്റെ പുത്രനെയും മനസ്സിലാക്കി രക്ഷിക്കപ്പെടുന്നതാണ് മോനെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണം. दुनिया में सबसे बड़ा blessing क्या है मालूम है? This is the blessing. This is the blessing. Psalm 32 verses 1 and 2. സങ്കീർത്തനം 32-ന്റെ 1-2 വാക്യം. Psalm 32 verses 1 and 2 में ദാവൂദ് ഇസ് तरह कहता है. ദാവീദ് ഇങ്ങനെ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഈ മെഷിയ നമ്മുടെ ലംഘനവും നമ്മുടെ പാപവും ഒക്കെ മായ്ച്ച് നമ്മളെ നീതീകരിച്ചതല്ലേ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. क्या ही धन्य है जिसका अपराध क्षमा किए गए और जिसका पाप डाफा गया है. അടുത്ത, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അകൃത്യം കണക്കിടാതിരുന്നതിന് കാരണം അറിയാമോ എന്താന്ന്? തൻ്റെ പുത്രനായ ജീവനുള്ള ദൈവം തൻ്റെ പുത്രനായ മെഷിയയിൽ നമ്മുടെ അകൃത്യം കണക്കിട്ടത് കൊണ്ടാണ് നമ്മുടെ അകൃത്യങ്ങൾ കണക്കിടാതിരുന്നത്. देखो तीसरा वचन में क्या लिखा है? क्या ही धन्य है जिसको मनुष्य जिसका अधर्म को यहोवा लेका नहीं ले. क्यों लेका नहीं लिया मालूम है? क्योंकि यीशु मसीह के ऊपर हमारे सारे गुनाह को लेका लिया. इसके लिए मेरा और आप लोग का गुनाह कोई जीवते परमेश्वर लेका नहीं लिया. ये है सबसे बड़ा ब्लेसिंग. इതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. This is the greatest blessing. മാത്യു മേലോട്ട് ആയി മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 16-ാം അധ്യായം, chapter 16
വേഴ്സസ് 17, 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശുവിനോട് ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല. देखो क्या लिखे, यीशु ने उसे उत्तर दिया, है शिमोन यूना के पुत्र, तू धन्य है, क्योंकि मांस और लहू ने नहीं. നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാത്ത ഇവര് എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും സിമ്പിളായിരിക്കുന്ന കാര്യം ഇത്ര എളുപ്പത്തിൽ നമുക്കത് എളുപ്പമായതേ കൃപ കാരണമാണ്. കൃപയില്ലായിരുന്നെങ്കിൽ നമുക്കും ഇത് പാടായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആകല്ല. ഇവിടെ കൊടുത്തൊരു കാര്യം കണ്ടോ, ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആരാ? ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരാ വെളിപ്പെടുത്തിയത്? ഇത് വെളിപ്പാടാ. स्वर्गस्थनाय पितावाണ് വെളിപ്പെടുത്തുന്നത്. प्रियो, इधर देखे 17 वचन में क्या लिखा है? शिमोन योना के पुत्र, तू धन्य क्योंकि मांस और लहू ने नहीं. I humbly request all of you, सुसमाचार जब भी हम किसी को सुनाते हैं हम लोग फ्रस्ट्रेट नहीं होना, अरे क्यों नहीं समझ में आ रहा, इतना सिंपल बात क्यों नहीं समझ में आ रहा है. फ्रस्ट्रेट नहीं होना, गुस्सा नहीं होना, टेंशन नहीं होना, डिप्रेस नहीं होना. दिस इज अ रेवलेशन. ये एक रेवलेशन है जो मांस और लहू नहीं दे सकता है, हम लोग नहीं दे सकते. वी कैन प्रीच, वी कैन टीच, वी कैन से. परमेश्वर दिल की आंखों को खोलेगा तो ही समझ में आएगा. हम लोग बोलते हैं ना, ये तो इतना इजी आसान बात नहीं समझ में आ रहा है. हमको आसान क्यों है मालूम है? क्योंकि परमेश्वर ने हमको कृपा दिया, ग्रेस दिया समझने के लिए, इसके लिए हमको आसान लग रहा है. नहीं तो ये हमको भी मुश्किल था. तो इसके लिए we should be kind to others, we should be really praying for others, we should be really crying for others. एक बीज को डालने के वक्त ഒരു വിത്തിട്ടതിന് ശേഷം क्या करते हैं? बीज को क्या चाहिए? पानी चाहिए, right? When you put a seed, that seed needs water. You know what is the water? Our tears. നമ്മുടെ കണ്ണുനീരാണ് വെള്ളം. प्रभु का वचन का गॉस्पेल का बीज आपने डाल दिया ना, now cry and pray for that person. കരഞ്ഞ് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. रोकर उस व्यक्ति के लिए प्रार्थना करें. God will open this beauty of gospel to them. ഈ സുവിശേഷത്തിന്റെ സത്യം അവർക്ക് തുറന്ന് കർത്താവ് കൊടുക്കും. സോ ഷിമോൻ से कहता है, you are blessed, तो धन्य, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. കാരണം ജഡരക്തങ്ങളല്ല മോനെ ഇത് വെളിപ്പെടുത്തി തന്നത്. ഐ പ്രൈസ് ഗോഡ് ഫോർ ദിസ്. ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്നു. എൻ്റെ പപ്പ പാസ്റ്ററായിരുന്നു. ഞാൻ ദൈവസഭയിൽ ശുശ്രൂഷയിൽ ഇതെല്ലാം ജനിച്ചും കണ്ടുമൊക്കെ വളർന്ന വ്യക്തിയായിരുന്നു. ബൈബിൾ കോളേജിൽ നിന്ന് ലഭിച്ചതല്ല, ഒരു വ്യക്തി പഠിപ്പിച്ചതല്ല, തമ്പുരാൻ കൃപ തോന്നി. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുമല്ല, ഒരു വ്യക്തിയുടെയും കാര്യമല്ല, എൻ്റെയുമല്ല, എന്നോട് കൃപ തോന്നി എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയില്ല. എന്നോട് കൃപ തോന്നി, ഇതെനിക്ക് മനസ്സിലാക്കി തന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु को मैं धन्यवाद देता हूं. मैं पास्टर के परिवार में पैदा हुआ हूं, सब कुछ हो, लेकिन उसमें से नहीं, बाइबल कॉलेज में पढ़ा इसके लिए नहीं, मेरा माँ का प्रार्थना नहीं, मेरे पिताजी का प्रार्थना नहीं, किसी मेरा कोई अच्छी बात नहीं, प्रभु की दया मुझ पर है कि ये सच्चाई को परमेश्वर ने मुझे खोल के दिया. Shall we also pray for others? Lord, have mercy on my dad. എൻ്റെ അപ്പൻ്റെ മേൽ അവിടുന്ന് കരുണ തോന്നണേ. ഹാവ് മേഴ്സി ഓൺ മൈ മദർ. എൻ്റെ അമ്മയുടെ മേൽ അവിടുന്ന് കരുണ തോന്നണമേ. പ്ലീസ് ഓപ്പൺ ഹർ ഐസ്, പ്ലീസ് ഓപ്പൺ ഹിസ് ഐസ്. തൻ്റെ കണ്ണുകളെ, തൻ്റെ ഹൃദയ കണ്ണുകളെ തുറക്കുമ്പോൾ മൈ ഫ്രണ്ട്, എൻ്റെ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥന. whomever you have shared, cry for them, pray for them, request to the Lord to open their eyes. ജഡരക്തങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. Flesh and blood cannot tell us about Christ, cannot reveal anything about Christ.
ഇറ്റ് ഈസ് ഗോഡ് ദ ഫാദർ. പിതാവായ ദൈവം ആണ് ഇത് ചെയ്യുന്നത്. 18ാമത്തെ വാക്യം, 18 വേഴ്സസ് 18 വേഴ്സ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. और मैं भी तुझसे कहता हूं कि तू पतरस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा. ഇവിടെ റോമൻ കാത്തലിക് ചർച്ച് പറയുന്നത് പത്രോസിനോടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ മേളിൽ ഞാൻ സഭയെ പണിയും. അങ്ങനെയാണ് റോമൻ കാത്തലിക് സഭയിലെ ആദ്യത്തെ പോപ്പാര പത്രോസ്. പത്രോസ് അങ്ങോട്ട് കൊടുത്ത പോപ്പുകളാണ് ഇന്ന് കാണുന്ന പോപ്പ്. കാരണം എന്താ? യേശു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അപ്പൊ പത്രോസിന്റെ മണ്ടയിലാണ് സഭ പണിതിരിക്കുന്നത്, പത്രോസിന്റെ മേളിലാണ് സഭ പണിതിരിക്കുന്നതെന്നാണ് കത്തോലിക്കർ പഠിപ്പിക്കുന്നത്. रोमन कैथोलिक चर्च ये सिखाता है कि इधर लिखा है, क्या लिखा है कि तू पत्रोस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा. तो यीशु ने कलीसिया किसके ऊपर बनाया है? पीटर के ऊपर बनाया. सो पीटर इज द फर्स्ट पप्पा, नहीं तो पोप. उसके बाद आए हुए सारे पोप लोग पीटर से आया हुआ है. लेकिन इफ जस्ट नोटिस, आ वाक्य नोकिए, अच्छे से देखिए, 17, 18 को अच्छे से देखिए, 18, 16, 17, 18, 16, 17, 18. ജീസസ് നിക്ക നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ. ഏത് പാറമേൽ? നീ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ജീവനുള്ള ദൈവത്തിന്റെ മെഷിയാണെന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ മേളിൽ ഞാൻ എൻ്റെ സഭയെ പണി. അതായത് പത്രോസ് ദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച് പറഞ്ഞ സത്യമുണ്ടല്ലോ, ആ സത്യത്തിൻ്റെ മണ്ടയിലാണ്, മേളിലാണ് ദൈവസഭയെ ക്രിസ്തു പണിയുന്നത്. അതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ പത്രോസിന്റെ മേളിലൊന്നും അല്ല കേട്ടോ. देखिए 18 वचन, और मैं तुझसे कहता हूं कि तू पत्रोस है और मैं इस पत्थर पर. इस पत्थर मतलब पीटर परमेश्वर से वाणी प्राप्त करके, परमेश्वर से वो रेवलेशन मिलके जो बोला हुआ बात है ना कि तू जिंदा परमेश्वर का मसीहा है, उस कन्फेशन के ऊपर, उस सच्चाई के ऊपर, उस पत्थर के ऊपर मैं अपनी कलीसिया बनाऊंगा. तो पीटर के ऊपर नहीं, बल्कि पीटर ने बोला हुआ बात पर कलीसिया को परमेश्वर ने बनाया है. അപ്പോൾ ഒരു വാക്യം എടുത്ത് നമുക്കൊരു ഉപദേശം സ്ഥാപിക്കാൻ കഴിയത്തില്ല. പല വാക്യങ്ങൾ വായിക്കണം. एक वचन को पढ़कर हम लोग डॉक्ट्रिन को एस्टैब्लिश नहीं कर सकते. फर्स्ट कोरिन्थियंस में जरा आइए, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3, 1 കൊരിന്ത്യർ 3-ാം അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം. 3 का 11 जरा देखें. क्योंकि उस नींव को छोड़ जो पड़ी है और वह यीशु मसीह है, कोई दूसरी नींव नहीं डाल सकता. जीसस इज द फाउंडेशन, और जीसस को छोड़कर दूसरा कोई फाउंडेशन कोई नहीं डाल सकता. हिंदी में, മലയാളത്തിൽ ഒന്ന് വായിച്ചോട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, പത്രോസിന്റെ മേളിലല്ല പണിതിരിക്കുന്നതെന്ന് 1 കൊരിന്ത്യർ 3:11 വ്യക്തമാണ്. അപ്പൊ പത്രോസിന്റെ മീതെയല്ല, മേളിലല്ല. പക്ഷേ പത്രോസ് പറഞ്ഞ സത്യമുണ്ടല്ലോ, കൺഫെഷൻ ഉണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭയെ ക്രിസ്തു എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. उस सच्चाई के, जो पीटर ने बोला, वो सच्चाई के ऊपर कलीसिया को बना रहा है. सो नंबर 1 लिख के लेना, ഒന്ന് എഴുതിയെടുക്കണേ. നമ്പർ 1, ക്രൈസ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം. Now that does not mean Peter did not add any role. പത്രോസിന് ഒരു റോൾ ഇല്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല.
ഫോർ എക്സാമ്പിൾ ആക്സ് ചാപ്റ്റർ 2 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പീറ്റർ വാസ് ദ ഫസ്റ്റ് വൺ ഓപ്പൺഡ് ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ തുറന്ന് വാതിൽ തുറന്നത് പെന്തക്കോസ്ത് നാളിൽ ആദ്യം ആരായിരുന്നു? പത്രോസ് ആയിരുന്നു അല്ലേ? പത്രോസ് പ്രസംഗിച്ചു, 3000 പേര് രക്ഷിക്കപ്പെട്ടു. पीटर ने प्रचार किया, 3000 लोग ने उद्धार पाया. राइट, दैट इज नंबर 1. नंबर 2, एक्ट्स चैप्टर 10 अपोस्तल प्रवृत्ति 10-ाम अध्याय. कॉर्नेलियोस के घर में जाकर सुसमाचार सुनाया. कॉर्नेलियोस प्रभु में आया. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞു. കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ടു. കൊർന്നല്യോസ് ആരാ? ജാതിയനാണ്. കൊർनेलियस कौन है? गैर कौम है, अन्य जाति. तो यहूदियों के लिए अन्य जातियों को सबसे पहला फाउंडेशनल वर्क किससे करवाया? पीटर से करवाया. പത്രോസിൽ കൂടെയാണ് യഹൂദന്മാരോടും ജാതികൾക്കും വേണ്ടിയുള്ള ആദ്യ അടിസ്ഥാന പ്രവർത്തികൾ തുടങ്ങിയത്. അടിസ്ഥാനമല്ല, അടിസ്ഥാന പ്രവർത്തികൾ. സോ പീറ്റർ ഇസ് ദി ഫൗണ്ടർ or the foundation work को पीटर ने किया. Okay, so apostles did the foundational work of the church. സഭയുടെ ഫൗണ്ടേഷണൽ പണികളെ അപ്പോസ്റ്റലന്മാരിൽ കൂടെ ചെയ്യിപ്പിച്ചത്. ഫോർ എക്സാമ്പിൾ, ये न्यू टेस्टमेंट किसने लिखा है? പുതിയ നിയമം ആരാ എഴുതിയത്? മോസ്റ്റ് ഓഫ് ദം ആർ അപ്പോസ്റ്റൽസ്. റൈറ്റ്, എല്ലാ അപ്പോസ്റ്റലന്മാരില്ലേ? യോഹന്നാൻ, യാക്കോബ്, പിന്നെ പത്രോസ്, പിന്നെ മത്തായി, പിന്നെ മർക്കോസും ലൂക്കോസും യേശുവിൻ്റെ ശിഷ്യന്മാരല്ലായിരുന്നെങ്കിലും മർക്കോസ് പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു, ലൂക്കോസ് പൗലോസിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ വചനങ്ങളെ എഴുതാൻ വേണ്ടി ഫൗണ്ടേഷണൽ വർക്ക് ഇവരെയാണ് ഏൽപ്പിച്ചത്. तो न्यू टेस्टमेंट को लिखने के लिए अपोस्टल्स लोगों को परमेश्वर ने क्या किया है? ये रिस्पॉन्सिबिलिटी दिया. सो इन दैट सेंस पीटर did the foundational work, but he was not the foundation. പത്രോസ് അടിസ്ഥാന പണികൾ ചെയ്തു, പക്ഷേ പത്രോസ് അടിസ്ഥാനം അല്ല. അടിസ്ഥാനം ക്രിസ്തുവാണ്. That is number 2. Number 3, who is the builder of the church? ആരാണ് സഭയെ പണിയുന്നത്? ആരാണ്? പാസ്റ്ററാണോ? അല്ല, ഏതെങ്കിലും ഒരു പാസ്റ്ററാണോ? Nobody. We are all workers. നമ്മളെല്ലാവരും വർക്കേഴ്സാണ്. ചിലർ വിത്തിടുന്നു, ചിലർ വെള്ളം ഒഴിക്കുന്നു, ചിലർ മണ്ണ് കോരുന്നു. അങ്ങനെയൊക്കെ പല വ്യത്യസ്തമായിരിക്കുന്ന പണിയാന്നേ ഉള്ളൂ. വളർത്തുമാറാക്കുന്നത് കർത്താവാണ്. कुछ लोग बीज को बोते हैं, कुछ लोग पानी को डालते हैं, कुछ लोग मिट्टी हटाते हैं. सब कुछ अलग अलग काम है, लेकिन बढ़ोतरी देने वाला, ग्रोथ को देने वाला कौन है? परमेश्वर है. Christ is the builder of the church. नंबर 4, अभी तक 3 लेसन देखा था. Christ is the foundation of the church. Apostles did the foundational work of the church. Number 3, Christ is the builder of the church. ഞാൻ മലയാളത്തിൽ പറയാം. 1, ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം. 2, അപ്പോസ്തലന്മാർ അടിസ്ഥാന പ്രവർത്തികൾ ചെയ്തിരുന്നു. അതായത് പുതിയ നിയമപുസ്തകം എഴുതുകയും പിന്നെ പത്രോസ് യഹൂദന്മാരോട് സുവിശേഷം, ജാതികളോട് സുവിശേഷം പറയുകയും ചെയ്തു. അങ്ങനെ അടിസ്ഥാന പ്രവർത്തികൾ അപ്പോസ്തലന്മാർ ചെയ്തു. 3-ാമത്തെ പോയിന്റ്, ക്രിസ്തുവാണ് സഭയെ വളർത്തുമാറാക്കുന്നത്. ക്രൈസ്റ്റ് ഇസ് ദ ബിൽഡർ ഓഫ് ദ ചർച്ച്. നമ്പർ 4, 4-ാമത്തെ കാര്യം, അതിൻ്റെ 18-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 18 വേഴ്സസ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ സഭയ്ക്ക് ഒപ്പോസിഷൻ ഉണ്ടോ? സഭയ്ക്ക് എതിർപ്പുണ്ടോ? ഉണ്ട്. പാതാള ഗോപുരങ്ങൾ, कलीसिया को विरोध है. देखो 18 वचन में क्या लिखा है? और अधोलोक के फाटक उस पर प्रबल ना होगा. So number 4, there is oppositions for the church. Even death threat comes against the church, but nothing will overcome the church. പാതാള ഗോപുരങ്ങളൊക്കെ വരും,
ഇവൻ മരണം ത്രെട്ടനിങ് വരെ കാര്യങ്ങളുണ്ടാകും. പക്ഷെ ദൈവസഭയെ ഒരു പാതാള ഗോപുരത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. കരം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. अपने हाथ उठाकर जरा प्रभु को धन्यवाद करेंगे. आदोलों का फाटक प्रभु के कलीसिया को क्या नहीं कर पाएगा, नहीं जीत पाएगा, नहीं जीत पाएगा. Hallelujah. Because where is Christ? എവിടാണ് ക്രിസ്തു? Where is Christ in the church? He is in the midst of the church. Revelation. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം Revelation chapter 1 verses 12 and 13. वेलपाड़ पुस्तकम 1:12-13. मुकाशवा 1:12 और 13 जरा पढ़ी हिंदी में मलयालम में. तब मैंने उसे जो मुझसे बोल रहा था देखने के लिए अपना मुंह फेरा, और पीछे घूमकर मैंने सोने की 7 दीवटें देखी, और उन दीवटों के बीच में मनुष्य के पुत्र सदृश एक पुरुष को देखा, जो पांव तक का वस्त्र पहने और छाती पर सोने का पटुका बांधे हुए था. 7 दीवटों के बीच में 7 നിലവിളക്കുകളുടെ നടുവിൽ. ഈ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദീവട്ട് का मतलब क्या है? 20 20ാമത്തെ വാക്യം verses 20. अर्थात उन 7 तारों का भेद जिन्हें तूने मेरे दाहिने हाथ में देखा था, और उन 7 सोने की दीवटों का भेद, वे 7 तारे 7 कलीसियाओं के दूत हैं, और वे 7 दीवट 7 कलीसियाएं हैं. तो ദീവട്ട് क्या है? കലിസിയ है. നിലവിളക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവസഭയാണ്. സഭകളുടെ നടുവിൽ ജീസസ് ക്രൈസ്റ്റ് is in the midst of the church. Praise God. Jesus is the builder of the church. Jesus is the foundation of the church. Jesus is in the midst of the church. ക്രിസ്തു സഭയുടെ നടുവിലാണ്. And his eyes is over everyone. കർത്താവിന്റെ കണ്ണ് സകല വ്യക്തികളുടെയും. അതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ലേ, रेवलेशन में बार-बार रिपीट होता हुआ एक बात है. क्या मालूम है? verses 2, chapter 2 verses 2, 2:2. I know your deeds and your toil. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. chapter 2 verses 9, I know your tribulation and your poverty. verses 13, 2:13, I know where you dwell. verses 19, 19ാമത്തെ വാക്യം, I know your deeds and your love. 3:1, 3:1, I know your deeds. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ള പേരുണ്ട്, വിശ്വാസി എന്ന് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? പാസ്റ്ററിന് അറിയത്തില്ലായിരിക്കും, എന്നാൽ ക്രിസ്തു സഭയുടെ നടുവിൽ നിന്ന് സകലരെയും തൻ്റെ അഗ്നി ഉള്ള കണ്ണും കൊണ്ട് സകലരെയും കർത്താവ് വീക്ഷിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. परमेश्वर कलिसिया के बीच में, पास्टर विश्वासी लोग नहीं जानते होंगे, लेकिन कलिसिया के परमेश्वर सारे कलिसिया के लोगों को देखकर बोलता है कि आई नो योर डीड्स. 3:1, 3:8 जरा देखिए. 3:8 നോക്കിക്കേ. ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 3:15, 3:15, ഐ നോ യുവർ ഡീഡ്സ്. യു സീ, ഹി നോസ് ഈച്ച് ആൻഡ് എവരി വൺ. എല്ലാവരും കർത്താവിനറിയാം, എല്ലാവരുടെ പ്രവൃത്തി കർത്താവിനറിയാം, എല്ലാവരെയും ഉള്ളും അകവും വെളിയും നല്ലതുപോലെ അറിയാം കർത്താവ്. God knows each one of us inside out. കർത്താവ് സഭയിലുള്ളപ്പോൾ ഏത് പാതാള ഗോപുരം ജയിക്കാൻ പോകുന്നത്? എതിർപ്പുണ്ടാവും കേട്ടോ, എതിർപ്പില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല, ഉണ്ട്, പക്ഷെ ജയിക്കത്തില്ല. कलिसिया को oppositions नहीं है कर यीशु नहीं बोलता oppositions है, but I am in the midst. Take heart, I am in the midst. ഞാൻ അതിന്റെ നടുവിലാണ്. मैं उसके बीच में हूँ. अधोलोक का फाटक उसे नहीं जीत पाएगा. अंडरस्टैंड? अब पीटर को
पीटर समझ में आया, पीटर को समझ में आया कि यीशु मसीह कौन है? पत्रोस ने മനസ്സിലായ യേശു ആരാണെന്ന്? He understood? Did the disciples understood? ശിഷ്യന്മാർക്ക് മനസ്സിലായ യേശു ആരാണെന്ന്? Now come to verses 22 to 23. Matthew chapter 16, 21 to 23. മത്തായി 16 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. ജरा पढ़िए, हिंदी में मलयालम में पढ़िए. उस समय से यीशु अपने चेलों को बताने लगा, अवश्य है कि मैं यरूशलेम को जाऊं और पुरनियों और प्रधान याजकों और शास्त्रियों के हाथ से बहुत दुख उठाऊं और मार डाला जाऊं और तीसरे दिन जी उठूं। इस पर पतरस उसे अलग से ले जाकर झिड़कने लगा, हे प्रभु, परमेश्वर ना करे, तेरे साथ ऐसा कभी न होगा। उसने मुड़कर पतरस से कहा, हे शैतान, मेरे सामने से दूर हो, तू मेरे लिए ठोकर का कारण है, क्योंकि तू परमेश्वर की बातों पर नहीं परंतु मनुष्यों की बातों पर मन लगाता है। पत्रोस को समझ में आया? समझ में आया, लेकिन पूरा भी समझना बाकी है. He knows Jesus is the Messiah, but he do not know what kind of Messiah Jesus is. മലയാളത്തിൽ വായിച്ചോ, മലയാളത്തിൽ വായിച്ചോ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ മതി മതി വരുവാൻ. മതി മതി 5 മിനിറ്റ് മുമ്പേ കർത്താവ് പറഞ്ഞുള്ളൂ നീ ഭാഗ്യവാൻ എന്നൊക്കെ. എല്ലാം കേട്ട് വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് മരിക്കാൻ പോവുക, ക്രൂശിൽ പോവാന്ന് പറഞ്ഞപ്പോൾ വേറിട്ട് കൊണ്ടുപോയിട്ട് പറയാണ്, യോ കർത്താവേ, അത് അങ്ങനെ കേട്ടോ, ആ ടെക്സ്റ്റ് എങ്ങനെ വായിക്കണം? സ്വർഗത്തിലോട്ട് പോയി, കർത്താവേ, അങ്ങനൊന്നും ഈ മനുഷ്യന് വരരുതേ, അങ്ങനെ അതിൻ്റെ അർത്ഥം. കർത്താവേ, ആ വാക്യം നോക്കിക്കുക അവിടെ, ഹിന്ദി പോലും 22-ാമത്തെ വാക്യം അതിന് വേറിട്ട് കൊണ്ടുപോയിട്ട് കർത്താവേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലോട്ട് പോയി, കർത്താവേ അത് അരുതേ. എന്തോ പിച്ചുമ്പയൊക്കെ പറയുക, ക്രൂശി മരിക്കണമെന്നും. എന്തോ ഇത് മെഷിയ എന്ന് പറയുമ്പോൾ മരിക്കാനാന്നോ? രാജ്യം സ്ഥാപിക്കാനല്ലേ വരേണ്ടത്? എന്തോ പിച്ചുമ്പയൊക്കെ പറയുക. അതുകൊണ്ട് കർത്താവേ, ഈ പറയുന്ന കാര്യമൊന്നും വരരുതേ എന്ന് പത്രോസ് ഭയങ്കര മിടുക്കനായിട്ട് ഇത് ചെയ്യുക. കർത്താവ് എന്നിട്ട് പറയാം, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങിയെന്ന്. അയ്യോ, ആരെ? കർത്താവിനെ. അപ്പം യേശു മെഷിയാണെന്നറിയാം, എങ്ങനെയുള്ള മെഷിയാണെന്ന് പത്രോസിന് മനസ്സിലായിട്ടില്ല. അതിനാണ് തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത്, പുളിച്ചമാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായത്? അപ്പത്തെക്കുറിച്ചാണ്. പക്ഷെ പിന്നത്തെ ഇതിൽ മനസ്സിലായി, അയ്യോ അപ്പം അല്ലായിരുന്നു എന്നതുപോലെ ഈ ശിഷ്യന്മാർക്ക് അല്പം മനസ്സിലായി, പക്ഷെ പൂർണ്ണമായി പിന്നത്തെ ഇത് മനസ്സിലാകും എന്തുകൊണ്ടാണ് യേശു കാൽവറി മരിച്ചതെന്ന്. കാര്യം പിടികിട്ടുന്നുണ്ടോ പ്രിയരെ? अब हिंदी में आता हूँ मेरे प्रियो, आप लोग सब लोग एक ही भाषा सीखो, मुझे कितना आसान हो जाएगा. ओके, एनीवे, वो तो अभी होने वाला नहीं है, स्वर्ग में ही होगा, मुझे मालूम है. 22 में जरा देखिए, 22 में, इस पर पतरस ने उसे अलग ले जाकर झिड़कने लगा और कहा, प्रभु, परमेश्वर ना करे, तुझ पर ऐसा कभी ना होगा. क्या मालूम है? जीसस को बाजू में लेके जाकर ऊपर देख के बोलते, परमेश्वर, ये आदमी कुछ तो बोल रहा है, सूली पे मरेगा, 3 दिन के बाद जी उठेगा, ऐसा कुछ होना नहीं चाहिए, गॉड फॉरबिड. मेरा इंग्लिश ट्रांसलेशन में इट इज वेरी क्लियर, गॉड फॉरबिड इट, लॉर्ड, दिस शैल नेवर हैपन टू यू. നല്ല കാര്യമല്ലേ? अच्छा बात सोचा ना पीटर ने जीसस के बारे में. യേശുവിനെ കുറിച്ച് നല്ല കാര്യമല്ലേ ചിന്തിച്ചത്? പക്ഷെ അത് മാനുഷികമാണ്, ദൈവഹിതമല്ല. ഇവിടെ നമ്മൾ വളരെ ഡിസേൺ ചെയ്യണം. ഇവിടെ ഡിസേൺമെന്റ് ഏതാ? വിവേചനം ഇതാ, മാനുഷികമാണോ ദൈവഹിതമാണോ? ഇവിടെ ഡിസേൺമെന്റ് ചെയ്യണം.
इधर सच में आप लोग से मैं एक बात पूछता हूं, यीशु मसीह मरने के लिए जा रहा है करके बोला तो एक आदमी आपको बाजू में लेके जाके बोल रहा है नहीं आपको ऐसा नहीं होना चाहिए बोलेगा तो इज दिस नॉट ए गुड थिंग ह्यूमनली स्पीकिंग? बट इट इज नॉट गॉड्स विल. ദാറ്റ് ഇസ് വെയർ വി നീഡ് ഡിസേൺമെന്റ്. ഇത് ദൈവഹിതമാണോ അതോ മാനുഷികമാണോ? ഞാൻ നാട്ടിൽ ഈ പ്രാവശ്യം ചെന്നപ്പം നമ്മുടെ എബിയൂർ പാസ്റ്റർ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കാൻ പാസ്റ്റർ വിളിച്ച് ഞാൻ അങ്ങനെ ചെന്നു. എബിയൂർ പാസ്റ്ററിന്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു, ജോ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറച്ച് വി സ്പെൻഡ് ഹാഫ് ആൻ അവർ ടോക്കിംഗ് ബിക്കോസ് ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. അപ്പം ഞാൻ നല്ലൊരു സ്നേഹിതനാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ജോ പാസ്റ്ററോട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ ജോ പാസ്റ്റർ സെറ്റ് മീ വൺ തിങ്, ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറയണേ, എബി പാസ്റ്ററിന്റെ മെയിൻറ്റെയിൻ പോലും എബി പാസ്റ്ററിന്റെ ബോഡി മൊത്തം വീക്കാണ്. രാവിലെ ഒരു സർവീസ് ഉണ്ട്, ഉച്ചയ്ക്ക് സർവീസ് ഉണ്ട്, ആഴ്ച മുഴുവനും ഈസ് ബിസി. അപ്പം ജോ പാസ്റ്റർ ഇപ്പം ഈ സമയത്ത് എബി പാസ്റ്ററെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കടപ്പുറ തിരുവല്ലയിൽ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യം ഒരു കാര്യം. ജോ പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എബി പാസ്റ്ററിന്റെ ബേർഡനൊക്കെ ഒത്തിരി കുറയും. അപ്പം സഭയിലുള്ള ചിലര് ജോ പാസ്റ്ററോടും പാസ്റ്ററോടും പറഞ്ഞു, പക്ഷേ ജോ പാസ്റ്റർ ബാംഗ്ലൂരിൽ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയല്ലേ, ഇപ്പം 10-12 വർഷമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇനി ഒരു കാര്യം ചെയ്യാം, മോൻ ഇങ്ങ് വന്ന് പാസ്റ്ററിനെ കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ. ഇപ്പം ജോ പാസ്റ്ററിനോട് പറഞ്ഞ കാര്യം, പപ്പ ഇങ്ങനെ പറഞ്ഞു വിശ്വാസികളോട്, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യമുണ്ടല്ലോ അത് മാനുഷികമാണ്. ഞാൻ ബലഹീനനാണ്, വീക്കാണ്, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മോൻ ഇങ്ങ് വന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് മാനുഷികമാണ്, അത് ദൈവഹിതമാണെന്ന് പ്രാർത്ഥിച്ചു നോക്കി. അപ്പം മാനുഷികമല്ല നടക്കേണ്ടത്, ദൈവഹിതമാണ് നടക്കേണ്ടത്. പലപ്പോഴും നമ്മളിങ്ങനെ മാനുഷികമായിരുന്ന കാര്യത്തിൽ അങ്ങ് കുഴഞ്ഞങ്ങ് വീണു പോകും. അവിടെ നമുക്ക് വളരെ വിവേചിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം, എടുത്ത് ചാടി ഒന്നും ചെയ്യില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനത് ചിന്തിക്കുന്നത് മാനുഷികമാണോ ദൈവഹിതമാണോ? ഈ പത്രോസ് പറഞ്ഞ കാര്യം മാനുഷികമായിരുന്നു. ക്രൂശിൽ പോകാതെ നീ രാജാവാക്, അത് മാനുഷികമാണ്. ദൈവഹിതമാണോ? അല്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണോ? അല്ല. അത് ശത്രുതയാണ്. ആ ചിന്ത പോലും, ആ മാനുഷിക ചിന്ത പോലും ശത്രുതയാണെന്ന് നമ്മളിത് തിരിച്ചറിയണം. അല്ല, നമ്മൾ ചിന്തിക്കില്ല, മാനുഷികമായിട്ട് ചിന്തിക്കുന്നത് ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല, കരുണയുള്ള ദൈവം, അങ്ങനല്ല. മനസ്സിലാക്കണം, മാനുഷികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പോലും അത് ദൈവഹിതനത്തിൻ്റെ എതിരെയാണെങ്കിൽ അത് ശത്രുതയാണ് നാം ചെയ്യുന്നത് മനസ്സിലാക്കണം. देखिए, मैं जब इंडिया में इस बार गया तो एक चर्च में मैं गए, पास्टर ने मुझे मैसेज के लिए बुलाया था. तो वो पास्टर जो है एज क्रॉस किए, बहुत वीक है. उनका बेटा बाइबल कॉलेज में सिखाता है, बहुत ही अच्छा प्रभु के दास है. तो इनका पिताजी का वीकनेस को देखकर चर्च का विश्वासी लोगों ने पास्टर को बोला, देखो आपका बेटा उधर दूर बाइबल कॉलेज में सिखाता है, उनको बोलो वो सब छोड़ के अब इधर आने के लिए, ताकि आपको हेल्प भी मिल जाएगा. अच्छी बात है ना? लेकिन ये पास्टर ने विश्वासी को एक बात बोला, जो तुम लोग सोच रहे हैं इट इज ह्यूमनली गुड एंड राइट, बट द क्वेश्चन इज इट गॉड्स विल? क्या परमेश्वर की मर्जी है वो? हम लोग जो ह्यूमनली सोचता हुआ अच्छी बात भी परमेश्वर का मर्जी नहीं है तो इट इज अगेंस्ट गॉड. Are you understanding it? നമ്മൾ വളരെ വിവേചനം വരെ വേണ്ട, നമുക്ക് വളരെ പ്രാർത്ഥിക്കണം. മാനുഷികമാണോ ദൈവഹിതമാണോ ഈ തീരുമാനം ഏതാ ഞാൻ എടുക്കുന്നത്? ദൈവഹിതം ചെയ്യുവാൻ വേണ്ടി മാനുഷികമായിരിക്കുന്ന ഹിതം ഇങ്ങനെ വന്ന് ഇടയ്ക്ക് വരും. വേറൊരു കാര്യം കൂടെ, दूसरी एक बात देखिए, सूली पर नहीं जाना करके सबसे पहला ऑप्शन किसने दिया था? ചോദിക്കുക, ക്രോസിൽ പോകരുതെന്ന്, ക്രൂശിൽ പോകരുതെന്ന് ആദ്യം ഓപ്ഷൻ കൊടുത്ത ആരാ? പിശാചല്ലേ കൊടുത്തേ? सी मैथ्यू चैप्टर 4. आप लोग सब लोग मुझे ऐसे घूर के देख रहे. मैथ्यू चैप्टर 4 verses 8 and 9, 8-9 वाक्य. फिर इब्लीस उसे एक बहुत ऊंचे पहाड़ पर ले गया और सारे जगत के राज्य और उसका वैभव दिखाकर
उससे कहा, यदि तू गिरकर मुझे प्रणाम करे तो मैं ये सब कुछ तुझे दे दूंगा. मैं ये सब तुझे दे दूंगा. ये सब लेने के लिए आया है ना, ഇതെല്ലാം എടുക്കാൻ വേണ്ടിയില്ലേ വന്നേ. ഒന്ന് വീണ് വണങ്ങിയാൽ ഇതെല്ലാം എന്ത് ചെയ്തേക്കാം, തന്നേക്കാം. ഓപ്ഷൻ കണ്ടോ, ഓപ്ഷൻ തേക്കാം. വൈ യു വാണ്ട് ടു ഗോ ടു ദ ക്രോസ്? എന്തുകൊണ്ടാണ് ക്രൂശിൽ പോകേണ്ടത്? सूली पर जाने की जरूरत क्या? यह सब मैं तुझे दे दूंगा. शैतान डायरेक्टली आया था उस टाइम. अब शैतान कैसा आया? ഇപ്പൊ പിശാച് എങ്ങനെ വന്നു? ത്രൂ പീറ്റർ. इसके लिए യേശു ने बोला, verses 23 16:23. അതുകൊണ്ട് യേശു 16:23 പറയുകയാണ്, उसने फिर कर पत्रोस से कहा, है शैतान. Avoiding, now listen to this very important statement, avoiding cross and thinking to live a Christian life is demonic. ക്രൂശിനെ നീക്കി, ക്രൂശിനെ മാറ്റി, ക്രൂശിന്റെ മാർഗത്തെ മാറ്റി ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത് പൈശാചികമാണ്. അതറിയാമോ? ഇന്ന് ക്രൂശില്ല, പാട്ടിൽ ക്രൂശുണ്ട്, പക്ഷെ ക്രൂശിന്റെ ജീവിതം ഇല്ല. ഇല്ലേ, പാട്ട് നമ്മൾ പാടല്ലേ, പാപികൾക്കും നിന്റെ സ്നേഹത്തെ എൻ്റെ ശീലത്താൽ കാട്ടുവാൻ, കാൽവറി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. അപ്പൊ കാൽവറി മലയിൽ കാണിച്ച ശീലം, ആ ശീലത്തിൽ അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ വിളിച്ചത്. ഈ ശീലം മാറ്റി, ഈ കാൽവറി ക്രൂശിലുള്ള ജീവിതം മാറ്റി ജീവിക്കാൻ തീരുമാനിക്കുന്നത് പൈശാചികമാണെന്ന്. അത് ഞാൻ മുമ്പോട്ട് വരുമ്പോൾ പറയാം, ആകെ बताऊंगा. So my dear brothers and sisters, avoiding cross and try to live a life without the cross is a demonic. शैतान भी वही चाहता है, पीटर भी वही चाहता है. See verses 23 में क्या लिखा है? Get behind me Satan, you are a stumbling block to me, for you are not setting your mind on God's interest but man's interest. 23-ാമത്തെ വാക്യം, അവൻ പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. പിശാച് ഇടർച്ച കൊണ്ടുവരും. എങ്ങനെയാണെന്നറിയാമോ? മാനുഷികമായിരിക്കുന്ന താല്പര്യങ്ങളെ കൊണ്ടുവന്ന് ദൈവഹിതത്തിൽ നിന്ന് മാറ്റി ഇടർച്ച കൊണ്ടുവരും. അങ്ങനെ എത്ര പേര് ഇടർച്ചയാക്കി കളഞ്ഞെന്നറിയാമോ? शैतान क्या करता है? रुकावट को लेके आता है, ठोकर को लेके आता है. कैसा ठोकर को लेके आता है मालूम है? ह्यूमन इंटरेस्ट को बीच में लेके आकर परमेश्वर का विल, परमेश्वर के मर्जी को हवा में उड़ाकर हमें ठोकर स्टम्बल करता है. कितने लोग को स्टम्बल किया ऐसा? विवाह का विषय, शादी का बात, एक लड़की को देखा, इन्हें एक लड़के को देखा, ചെറുക്കൻ്റെ മുടി കണ്ട്, ചെറുക്കൻ്റെ സ്കിന്ന് കണ്ട്, ചെറുക്കൻ്റെ പഠിത്തം കണ്ട്, അവൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന വണ്ടി കണ്ട്, ഇട്ടിരിക്കുന്ന ടൈൽസ് കണ്ട് വിവാഹം കഴിച്ചാലേ ദൈവഹിതം അല്ലെന്ന് മനസ്സിലാക്കണം. प्रभु की मर्जी नहीं है घर के सामने रखा हुआ गाड़ी देखकर, बाल का लंबाई देखकर, स्किन का कलर देखकर, MBBS है करके देखकर. नो, स्टडी और पढ़ाई और पैसा देख कर नहीं. ഈസ് ഇറ്റ് ഗോഡ്സ് വിൽ? അത് ദൈവഹിതമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദിക്കണം. ഹല്ലേലൂയ. അതോ human interest? സ്തോത്രം. Dear brothers and sisters, we should pray for discernment. വിവേചനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാച് തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്, മാനുഷികമായിരിക്കുന്ന ചിന്തകൾ കൊണ്ടിട്ടുണ്ട്. ह्यूमन इंटरेस्ट को बीच में लेके आकर जो है शैतान स्टम्बल कर देता है फ्रॉम गॉड्स विल. जीसस का डिसर्नमेंट देखो, जीसस का डिसर्नमेंट, यीशुവിന്റെ വിവേചനം വരട്ടെ. जीसस उसी टाइम पहचान लिया, दिस इज नॉट पीटर, दिस इज सैटन स्पीकिंग. ये पत्रोस नहीं बात कर रहा है, ये शैतान बात कर रहा है. गेट बिहाइंड मी सैटन करके बोला. लेट्स, यू शुड लिव लाइक जीसस. യേശുവിനെ പോലെ ജീവിക്കണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. Then come to 24 till 28, 24 തൊട്ട് 28. जीसस कहता है,
मैं अकेला मरने के लिए नहीं जा रहा हूं, मेरे पीछे आने के लिए जो भी चाहता है वो भी मेरे जैसा मरने का रोड पे है। ओहो, मैं तो सोचा यीशु के पास आएगा तो सब कुछ मिलेगा, यीशु बोलते सब कुछ जाएगा। खुद की इच्छा नहीं कर सकते, खुद की मर्जी नहीं कर सकते। 23 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് എന്ത് പറയുന്നറിയാമോ? ഞാൻ മാത്രമല്ല, നോക്കിയേ, ക്രൂശി മരിക്കാൻ പോകുന്നത്, എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന ഒരുവനും തൻ്റെ ജീവനെ പകയ്ക്കാതെ, തൻ്റെ ജീവനെ സ്നേഹിച്ച് തൻ്റെ ജീവന് വേണ്ടി മാത്രം ജീവിച്ചാൽ അതിനെ കളയും. എന്നാൽ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിച്ച് ഞാൻ പോയ പാതയെ തന്നെ പോകുന്നവനാണെങ്കിൽ മാത്രമേ എൻ്റെ ശിഷ്യനാകാൻ കഴിയൂ. യേശു क्रूशल എങ്ങോട്ടാണ് പോയത്? ഫ്ലൈറ്റ് കയറി വേറെ എവിടെയിലോട്ടാണ് പോയത്? यीशु मसीह ने सूली लेकर दूसरा किधर गया था? फ्लाइट उठा के यीशु सूली पर लेकर कालवरी पर जाकर मरा. यीशु के पीछे जाने वाला व्यक्ति भी he is also going to die. Verses 24, 24 വാക്യം നോക്കിക്കേ. ടൈം ഇസ് അപ്പ്, സമയം കഴിഞ്ഞു. നമുക്ക് 24 വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. तब यीशु ने अपने चेलों से कहा, यदि कोई मेरे पीछे आना चाहे, ഇച്ഛയാണ്, വില്ലിലാണ് ഇത് തൊടേണ്ടത്. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഇഷ്ടം, അവിടെയാണ് ഈ വചനം ചെന്ന് കയറി സ്പർശിക്കേണ്ടത്. അല്ലാതെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി, എനിക്കെന്തോ ഒരു അനുഭവം ഉണ്ടായി, എന്നാൽ ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകാം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇടയ്ക്ക് വെച്ച് നമ്മൾ പതറിപ്പോകും. ഇത് പൂർണ്ണമായി ഇരുന്നെടുക്കേണ്ട തീരുമാനമാണ്. എൻ്റെ വില്ല് തന്നെ മാറണം, എൻ്റെ ആ ഇഷ്ടം തന്നെ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി ഒരു തീരുമാനത്തോടെ ഞാൻ ഇറങ്ങേണ്ട കാര്യമാണ്. ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങേണ്ടതാണ്. पूरा कमिटमेंट के साथ उतरना है. ऐसा नहीं कुछ फीलिंग आया, कुछ अच्छा के निकला, बीच में हम लोग फंस जाएंगे मेरे प्रियो. You know, that sets our will and whole hearted decision. पूरा दिल, आधा दिल रखे नहीं, इट्स अ whole hearted decision. क्या करना है? क्या लिखा वहां पे? जो कोई मेरे पीछे आना चाहे तो अपने आप को इनकार करे. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മാനുഷികമായിരിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ പത്രോസേ, ഏതാ? ഞാൻ ക്രൂശിൽ പോകണ്ട എന്നുള്ള അതിൻ്റെ ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് മാറ്റി വെക്കണം. ആ ഇൻട്രസ്റ്റ് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റാണ് ഞാൻ ക്രൂശിൽ മരിക്കണം, ആ ഇൻട്രസ്റ്റ് നീ എടുക്കണം. അതാണ് തന്നെത്താൻ ത്യജിക്കേണ്ട അർത്ഥം. നിന്റെ ഇൻട്രസ്റ്റ് മാറ്റി വെക്കണം. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആ ഇൻട്രസ്റ്റ് ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ഉപസിക്കുക അല്ലേ? നമ്മുടെ ഇൻട്രസ്റ്റ് ഒരു 6 എണ്ണം എഴുതി വെച്ചിട്ട് കർത്താവെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇത് അങ്ങവിടുത്തെ ഇൻട്രസ്റ്റ് ആണോ അവിടുത്തെ ഇൻട്രസ്റ്റ് ആണോ? അതാവൂ? देखिए, अपने आप को, खुद ही को इनकार करने का मतलब क्या है? पीटर, तेरा इंटरेस्ट क्या है? तेरा इंटरेस्ट क्या है? मैं सूली पर नहीं जाऊँ ना, तेरा इंटरेस्ट ये है ना, ये इंटरेस्ट को तुझे बाजू में फेंकना पड़ेगा, ये इंटरेस्ट तुझे बाजू में रखना पड़ेगा. गॉड का इंटरेस्ट क्या है? मैं सूली पे मरना, वो इंटरेस्ट को लेना पड़ेगा. लेकिन अभी आज जो हम लोग उल्टा करते हैं, हम अपना इंटरेस्ट पेपर में लेके प्रभु से बोलते हैं, प्रभु जी जल्दी इसको आपका इंटरेस्ट बनाओ. ये हो सकता है? कोशिश करो, नहीं होएगा. अपना इंटरेस्ट प्रभु का इंटरेस्ट बनाने के लिए देख रहे हैं. प्रभु का इंटरेस्ट में हम लोग आना है. ഹ്യൂമൻ ഇൻട്രസ്റ്റ് എല്ലാം മാറ്റി വെച്ച് എൻ്റെ അംബിഷൻസ്, എൻ്റെ ഇത് നടക്കില്ല കർത്താവേ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. മേരാ ഇച്ഛ नहीं होना चाहिए प्रभु जी, मेरा इच्छा नहीं होना चाहिए, मेरा इंटरेस्ट नहीं. लॉर्ड, शो मी योर विल, लेट मी वॉक इन दैट वे ऑफ दैट क्रूसिफाइड लाइफ, क्रॉस शेप्ड लाइफ. हम लोग सारे लोगों को एक ही शेप है, क्रॉस शेप्ड लाइफ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ അനുദിനം മാറിക്കൊണ്ടേയിരിക്കണം. സോ ഡിസൈപ്പിൾഷിപ്പ് ഇസ് എ കോസ്റ്റ്ലി. യേശുവിൻ്റെ ശിഷ്യനാകുക എന്നുള്ളതേ വില കൊടുക്കേണ്ട കാര്യമാണ്. പറയതേ, നമ്മുടെ ഇഷ്ടം മാറ്റി വെക്കണം.
നമ്മുടെ ഹിതവും നമ്മുടെ ആഗ്രഹവും നമ്മൾ മനസ്സ് കൂട്ടി വെച്ചതും ഈവൻ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം വരെ വിവേചിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കൈക്കൊണ്ടാലും കൈക്കൊണ്ടില്ലേലും ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ആര് ഏത് പുള്ളി പ്രവചിച്ചാലും ആ പ്രവചനം ആമേൻ എന്ന് പറഞ്ഞ് വിഴുങ്ങരുത്. അത് പ്രാർത്ഥിച്ച് നിങ്ങൾ വിവേചിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ദൈവഹിതം എടുക്കണം. നിങ്ങൾ തന്നെ, അല്ലാതെ അവർ പ്രവചിച്ചു ഇവർ പ്രവചിച്ചു, നോ. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളോട് ഈ കാര്യം ബോധ്യപ്പെടുത്തി പറഞ്ഞോ? ഇല്ല എങ്കിൽ അടുത്ത വട്ടം ഒന്നുകൂടെ പ്രാർത്ഥിയില്ല, ദൈവം നിങ്ങളോട് സംസാരിക്കും. അതിനനുസരിച്ച് നീങ്ങണം. അല്ലാതെ കെയർ ഓഫിനനുസരിച്ചല്ല. ദൂസറേ ലോകിനെ നബുവത് കിയ, വോ നബുവത് की इसने नबूवत किया, इसके हिसाब से नहीं, वॉट द लॉर्ड हैज टोल्ड मी. परमेश्वर मुझसे क्या बात किया. Can we submit ourselves into the hands of the Lord? Discipleship is costly. പത്രോസേ, എന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ മെഷിയ എന്നൊക്കെ നീ പറഞ്ഞു, പക്ഷെ നിനക്ക് ആഗ്രഹമുണ്ടോ, നിനക്ക് ഇച്ഛയുണ്ടോ എൻ്റെ ആ ക്രൂശുമെടുത്ത് ആ മാർഗത്തിലേക്ക് വരാൻ? ആർ യു റെഡി ടു ഫോളോ മീ ഓൺ ദാറ്റ് വേ ഓഫ് ദ ക്രോസ്? ഡിസൈപ്പിൾഷിപ്പ്. മേ ഗോഡ് ഗിവ് us discernment. കർത്താവ് നമുക്ക് വിവേചിക്കാനുള്ള കൃപ നൽകട്ടെ. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ് ടു ഡിസേൺ ബിറ്റ്വീൻ മാൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോഡ്സ് ഇൻട്രസ്റ്റ്. മനുഷ്യൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും വിവേചിക്കാനുള്ള കൃപ നമുക്ക് നൽകട്ടെ. ക്രൂസിഫൈഡ് ലൈഫ് को निग्लेक्ट नहीं कर सकता, ഓപ്ഷൻ नहीं है. ക്രൂശിക്കപ്പെട്ട ജീവിതം ഒരു ഓപ്ഷൻ അല്ല കേട്ടോ പ്രിയരെ. അതിനെ നമുക്ക് ത്യജിക്കാൻ പറ്റത്തില്ല. അത് ത്യജിക്കുന്നത് പൈശാചികമാണെന്ന് നമ്മൾ കണ്ടു. ഇറ്റ്സ് എ ഡെമോണിക്. ക്രിസ്തീയ ജീവിതം, ക്രൂശിക്കപ്പെട്ട ജീവിതം ജീവിക്കാത്ത ഒരു വ്യക്തിയും ദൈവഹിതമല്ല ചെയ്യുന്നതിന് യാതൊരു സംശയമില്ല. യാതൊരു സംശയമില്ല. ക്രൂശിക്കപ്പെട്ട ജീവിതം ജീവിക്കാത്ത ഒരു വ്യക്തിയും ദൈവഹിതമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവെ, എൻ്റെ ക്രിസ്തീയ ജീവിതം വിവേചിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ. हमारा मेरा मसीह जिंदगी भेद को समझकर, राइट ऑलमोस्ट राइट को समझकर, ह्यूमन इंटरेस्ट और गॉड इंटरेस्ट को समझकर जीने के लिए मुझे शक्ति और सामर्थ्य दे करके हम लोग प्रार्थना करेंगे. Shall we come before the Lord and let us pray? Let us submit our life. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിച്ച് ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.